സ്തോത്രം. അഭിഷേകമുള്ള ദാവീദും അഭിഷേകമില്ലാത്ത ശൗലും തമ്മിൽ വ്യത്യാസമുണ്ട്. തിരുവചനം പറയുന്നു, ഈ ശൗലിനെ യുദ്ധത്തിന് വിട്ടു. പക്ഷേ ശൗലിന് സംഭവിച്ചത് മനുഷ്യൻ്റെ വാക്ക് കേട്ട്. പക്ഷെ ദാവീദ് സ്തോത്രം യുദ്ധത്തിന് പുറപ്പെട്ടു നിൽക്കുന്നു. ഗോലിയാത്തെ കണ്ടേച്ചും സ്തോത്രം ദാവീദിന് ഒരു കുലുക്കവുമില്ല. സാഹചര്യങ്ങൾ നോക്കിയ എല്ലാം ഭയത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിൻ്റെയൊക്കെ മധ്യേ. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, പരിശുദ്ധാത്മാവുള്ള സ്തോത്രം ദാവീദ് അല്ലെങ്കിൽ അഭിഷേകമുള്ള ദാവീദ് പറയുന്ന വാക്കെല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയാണ്, ദൈവത്തെ ഉയർത്തിയാണ്. എന്നാൽ ശൗലും കൂടെയുള്ളവരും ദാവീദിൻ്റെ സഹോദരന്മാരെല്ലാം സംസാരിക്കുന്നതെല്ലാം ഭയം നിറഞ്ഞ വാക്കുകളാണ്. ഒന്ന് മനസ്സിലാക്കുക, ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ഭയത്തോടു കൂടി ശുശ്രൂഷിക്കാനല്ല. സ്തോത്രം. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അധികാരത്തോടു കൂടി, അധികാരം എന്താണെന്ന് മനസ്സിലാക്കി ദൈവം നിനക്ക് തന്ന കൃപാവരങ്ങളെ സ്തോത്രം കൊണ്ടുവരാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, പ്രാർത്ഥിക്കുന്ന നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചോ സ്തോത്രം അത്ഭുതങ്ങളെക്കുറിച്ചോ നീ ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും നിനക്ക് ഈ പോരാട്ടത്തിലും എപ്പോഴും നിനക്ക് ഈ പ്രശ്നത്തിലും, ഒന്നിൽ സഭയിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ അയൽവക്കത്തിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ വീടുകളിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സഭയ്ക്കകത്തുള്ള വിശ്വാസികളുടെ പ്രശ്നം, ഇല്ലെങ്കിൽ സ്വയം ചിന്ത ഇട്ട് വല്ലാണ്ടുള്ള വിഷയങ്ങൾ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം നിന്നെ തേടി വരുന്നതിൻ്റെ കാരണം ദൈവം നിനക്ക് പകർന്നു തന്ന അഭിഷേകത്തെക്കുറിച്ച് നീ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്, പറയരുത്, പ്രവർത്തിക്കരുത്, വിശ്വസിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ആമേൻ പറഞ്ഞ് എണിച്ച് പൊക്കളരുത്. ഇന്ന് നമ്മളുടെ പാസ്റ്റർമാരെ നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. അവർ അന്യോന്യം സ്തോത്രം പറയുമെങ്കിലും ഉള്ളിനകത്ത് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളുടെ സ്വഭാവമുണ്ട്. ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യണില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2-3 പേർ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വളരെ അത്ഭുതങ്ങൾ നടന്ന സംഭവങ്ങളുണ്ട്. ഇവിടെ ശീലാസും പൗലോസിനെ നോക്കുക, യോഹന്നാനും പത്രോസിനെ നോക്കുക. അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന മനസ്സ് ഉള്ള ആൾക്കാരാണ്, ഒരുമിച്ച്. എന്നാൽ അഭിഷേകമില്ലാതെ ഇരുന്നപ്പോൾ ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന് യേശുവിനോട് തന്നെ കേട്ട ശിഷ്യന്മാരാണ് അവരെല്ലാം. പക്ഷെ തിരുവചനം എന്താ പറയുന്നത്? ശ്രദ്ധിച്ചു നോക്കുക. ശൗൽ ദാവീദുമായിട്ട് സംസാരിക്കുമ്പോൾ സ്തോത്രം ഗോലിയത്തിനെ പറ്റി ദാവീദ് പൊക്കി പറയുന്നതായിട്ട് ആ ബൈബിളിൽ ഒരിടത്തുമില്ല. പക്ഷേ ശൗൽ ഗോലിയത്തെ പൊക്കി സംസാരിക്കുന്ന ശ്രദ്ധിക്കാൻ പറ്റും. അവൻ കുഞ്ഞുനാൾ മുതലേ യോദ്ധാവാണ്, നിനക്ക് അവനോട് ഏറ്റുമുട്ടാൻ പറ്റൂല, പറയണത് മനസ്സിലാക്കുക, ഇല്ലേ? ഇതുപോലെ തന്നെയാണ് ദൈവനാമത്തിൽ നമ്മുടെ അഭിഷേകത്തെ ഇൻസൾട്ട് ചെയ്യിപ്പിക്കും. ഇതെന്തോന്ന് പ്രാർത്ഥന, ഇതെന്തോന്ന് പ്രസംഗം, ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെയാണ് സ്തോത്രം, അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ സംഭവമുണ്ട്, ഇവിടെ തെക്കതുണ്ട്, മറ്റിടത്ത് മറിച്ചതുണ്ട്. ഇത് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പോലും നമ്മളുടെ അകത്തേക്ക് കടത്താതെ വണ്ണം ആ ചുറ്റുപാടുമുള്ള ഭയവും കാര്യങ്ങളും, അത് നമ്മളെ കൂടെയുള്ളവരാകട്ടെ അല്ലാണ്ടവരാകട്ടെ സ്തോത്രം. എന്നാൽ നിങ്ങൾ ദാവീദിനെ നോക്കൂ, സാഹചര്യം അവന് അനുകൂലമല്ല, അവൻ്റെ സഹോദരങ്ങൾ അവന് അനുകൂലമല്ല, ശൗൽ എന്ന് പറയുന്ന ആ രാജാവ് അവന് അനുകൂലമല്ല, സ്തോത്രം. അതുകൊണ്ടല്ലേ ആ ശൗലിൻ്റെ പടച്ചട്ട ദാവീദിനിട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, ഇത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഒരു രാജാവാണ്, ശ്രദ്ധിച്ച് നോക്കണം, ഇതൊന്നും എനിക്ക് ശരിയാവില്ല. എന്ത് കാരണം? നിൻ്റെ മേൽ ദൈവം ആക്കി വെച്ച ഒരു അധികാരമുണ്ട്. ഈ അധികാരത്തെ നീ കാണാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല, നീ വളരാൻ പാടില്ല. സ്തോത്രം, ഹല്ലേലൂയ. നീ അഭിഷേകത്താൽ വളർന്നു കഴിഞ്ഞാൽ ഒരുപാട് ജനം ഈ അഭിഷേകത്തിൽ നിറയും. ഇപ്പോൾ പത്രോസിനെ നോക്കിയാലും പൗലോസിനെ നോക്കിയാലും ദാവീദിനെ നോക്കിയാലും ബലഹീനതയിലാണ് അവർ ഏറ്റവും കൂടുതൽ എനർജിയിൽ നിൽക്കുന്നവർ. ഇപ്പം ദാവീദ് ആ ഗോലിയത്തെ കണ്ടേച്ചും പറഞ്ഞത്, ഇവനെ കൊന്ന എന്ത് കിട്ടും എന്നവിടെ കൊല്ലുന്നില്ല, ഫേസ് കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ദാവീദ് പറഞ്ഞ പദം നോക്ക്, ഇവനെ കൊന്നാൽ. കണ്ട? അപ്പോൾ ആ അഭിഷേകത്തിൻ്റെ പവർ അവൻ്റെ അകത്ത് കിടക്കുന്നത് മുമ്പിൽ നിൽക്കുന്ന സാത്താൻ കൊണ്ടുവരുന്ന ശത്രുവിനെയല്ല,
എൻ്റെ ദൈവം നിന്നേക്കാൾ വലിയവനാണെന്നുള്ള ആ ഒരു ധാരണ, ആ ഒരു വിശ്വാസം അവൻ്റെ അകത്തുണ്ട്. ഇന്ന് നമ്മളിൽ പലരിലും ഇല്ലാതെ പോയ സംഭവം അതാണ്. ഭയത്തിൽ നിന്നാണ് നമ്മൾ പിന്നെ സംസാരിക്കുന്നത്. ഭയത്തിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് ചെയ്ത് കൂട്ടി കുളമാക്കി വയ്ക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അണലി കടിച്ച പൗലോസിനെ നോക്കിയേ. അയ്യോ, ഈ പാമ്പിൻ്റെ നീളം, പാമ്പിൻ്റെ വീതി, ഏത് തരം പാമ്പ്, ഏത് കളർ പാമ്പ്, ഇത് ഏത് ക്ഷേത്രത്തിൽ നിന്ന് വന്ന പാമ്പ്, ഇത് ദേശാധിപതി പാമ്പാണോ, ഒന്നും അങ്ങേര് നോക്കണില്ല. കുടഞ്ഞ് തീയിലിട്ട്. നമ്മളാണെങ്കിൽ ഫേസ്ബുക്കിലിട്ട് പാസ്റ്ററെ പാമ്പ് കടിച്ചു, പാസ്റ്റർക്ക് വിഷം ഇറങ്ങിയോ ഇല്ലയോ, പാസ്റ്റർ എന്തോ പാപം ചെയ്താണ്. എന്തിന്? പൗലോസ് തീയിൽ കുടഞ്ഞിട്ട്. ഹല്ലേലൂയ. നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കർത്താവിൽ വിശ്വസിക്കുക, എന്നിട്ട് ദൈവവചനം വായിച്ച് പഠിക്കുക, എന്നിട്ട് നല്ലൊരു പ്രവാചകനായി മാറുക. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ സാത്താനുമായിട്ട് ഫൈറ്റാണ്. യേശു വചനം വെച്ച് അവനെ തോൽപ്പിച്ച്. നീ തിരുവചനം വെച്ച് തോൽപ്പിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ കൃപയാൽ ആമേൻ ദൈവം അയക്കുന്ന നന്മകളെ കാണാൻ പറ്റൂ. ഇപ്പോൾ ഏലിയാവ് കേരിയ തോട്ടിലിരിക്കണേണല്ലോ. ഒരു മനുഷ്യനെ ഏലിയാവ് ഇരിക്കുന്ന സ്ഥലം അറിഞ്ഞുകൂടാ. ഏലിയാവ് ഇരിക്കുന്ന സ്ഥലം ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ. കാക്കയ്ക്ക് എങ്ങനെ അറിയാം? ചിന്തിക്കേ. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതം. അതുകൊണ്ട് ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പോരാട്ടം നിനക്കുണ്ട്, പ്രശ്നങ്ങൾ നിനക്കുണ്ട്. പക്ഷേ പോരാട്ടത്തിലും പ്രശ്നത്തിലും അല്ല നീ നോക്കേണ്ടേ എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകം. ഹല്ലേലൂയ. ഞാൻ നല്ല പോർ പൊരുതി. കണ്ടാ, ഞാൻ നല്ല പോർ പൊരുതി. പൗലോസ് പറഞ്ഞ പദം, ഞാൻ നല്ല പോർ പൊരുതി. വിശ്വാസം കാത്തു. ജീവ കിരീടത്തിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിന്ന് നല്ല പോര് പൊരുതുന്നുണ്ട്. തമ്മിൽ തല്ലും, തമ്മിലുള്ള പ്രശ്നങ്ങളും, ആ സഭ കൊള്ളൂല, ഈ സഭ കൊള്ളൂല, ആ വിശ്വാസി കൊള്ളൂല, ഈ വിശ്വാസി കൊള്ളൂല, ഇങ്ങനെ പറഞ്ഞ് ഈ നാവ് സാത്താൻ കയ്യിലെടുത്ത് കളഞ്ഞാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എണിച്ച് പോകാൻ തോന്നും. ഇത് എണിച്ച് പോകുന്ന അല്ല. നിങ്ങൾ അല്പം ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നീ എവിടെ ഉപയോഗിക്കുന്ന? കർത്താവ് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ടാലന്റുകളെ നീ എവിടെ ഉപയോഗിക്കുന്ന? നമ്മൾ ജനത്തെ പോഷിപ്പിക്കാനും ജനത്തിനെ ഇക്ലി കൂട്ടുന്ന വാക്കുമല്ല നമ്മൾ സംസാരിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നോട് എന്ത് പറയുന്നുവോ അത് ചെയ്യേ. അവിടെ അത്ഭുതം നടക്കും. അവിടെ പാസ്റ്റർ എന്ന രാജീവിന് ഒരു ഇതുമില്ല. ഹലോ, ശ്രദ്ധിക്കേ. ഒരു രോഗി സൗഖ്യമായാൽ, ഒരു ഭൂതം പുറത്തു പോയാൽ അതിൻ്റെ ഉത്തരവാദി ഞാനല്ല. എന്നെ അയച്ച ദൈവം, എന്നെ അയച്ച പരിശുദ്ധാത്മാവ് എന്നെ നയിച്ച. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര തലക്കണം വരും. ഇവിടെ പൗലോസിനെ നോക്കിയ പൗലോസ് കടല്, കാറ്റ്, പ്രശ്നങ്ങൾ താണ്ടി വന്നു. ഒരു സ്ഥലത്ത് പോലും കർത്താവിനെ കൊച്ചാക്കി സംസാരിക്കാൻ കേട്ടിട്ടില്ല. അഭിഷേകത്തെ 2 മെരീത്ത ദ്വീപ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, അതായത് ബിലാലി എന്നൊരു മനുഷ്യൻ, അതിനകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങേര് കയറി ഇല്ലേ, അണലി കടിച്ചു, അങ്ങേര് കുടഞ്ഞു, എവിടെ ഇട്ടു? തീക്കകത്തിട്ട്. പക്ഷേ വെൽക്കം ചെയ്ത് വിളിച്ചവരെന്ത് പറഞ്ഞു? ഇവൻ പാവി, ഇവൻ പാവി. ഇതുപോലെയാണ് നമ്മളെ പലവരും പല വാക്കുകളിൽ നമ്മളെ കുടുക്കി, പ്രയാസപ്പെടുത്തി, വേദനപ്പെടുത്തി, ഭയങ്കരമായിട്ട് സ്ട്രഗിളിങ് ചെയ്യുന്നതിൻ്റെ കാരണം നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ തിളങ്ങാൻ പാടില്ല. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയുന്ന വളരെ ശ്രദ്ധാപൂർവം നിങ്ങളത് വായിച്ചു നോക്ക്. 1 ശമൂവേൽ 17-ാം അധ്യായം മനസ്സ് കൊടുത്ത് വായിക്കുക. അഭിഷേകം സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് ദാവീദിന്റെ മേൽ വീണപ്പോഴേ പ്രശ്നം തുടങ്ങി. ഈ പ്രശ്നം നിന്നെ തകർക്കാനല്ല, ഈ പ്രശ്നം നിന്നെ വളർത്താൻ. നിന്റെ മുമ്പിൽ വരുന്ന ഏത് തന്ത്രങ്ങളാവട്ടെ, ഏത് പൈശാചിക തന്ത്രങ്ങളാവട്ടെ, ഏത് ആഭിചാരങ്ങളാവട്ടെ, ഏത് മന്ത്രവാദികളാവട്ടെ, യഹോവയായ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. നീ അവിടെ മന്ത്രവാദിയുടെ നീളം, വടിയുടെ നീളം, ആ നീളം, ഈ നീളം ഒന്നും എടുക്കണ്ട. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെയും നസ്രായനായ യേശുവിനെ നീ നോക്കുക. നിന്റെ വാതിൽ തുറന്നു തരും എൻ്റെ ദൈവം. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.